നമസ്കാരം. ചരിത്രത്തിൻ്റെ താളുകളിലൂടെയുള്ള ഇന്നത്തെ യാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 20. ലോക ചരിത്രത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും വിധി നിർണായകമായ പല മാറ്റങ്ങളും കുറിച്ച ദിവസം. അധികാരത്തിൻ്റെ ഉത്തക ശൃംഖത്തിൽ നിന്ന് ഒരു ഭരണാധികാരി താഴെയിറക്കപ്പെട്ടതും ലോകത്തെ ഞെട്ടിച്ച യുദ്ധത്തിൻ്റെ വിത്തുകൾ പാകിയതും ഇതേ ദിവസമാണ്. വിശ്വസിച്ചവർ തന്നെ ചതിയുടെ വെടിയുണ്ടകൾ തൊടുത്തുവിട്ട് ആ ഉരുക്കു മനുഷ്യൻ്റെ കഥയുൾപ്പെടെ ഇന്ന് ചരിത്രത്തിൽ നടന്ന 5 പ്രധാന സംഭവങ്ങൾ നമുക്ക് പരിശോധിക്കാം. 1977 മാർച്ച് 20 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന പൊതുതെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ അയൺ ലേഡി എന്ന് വിളിക്കപ്പെട്ട ഇന്ദിരാഗാന്ധി തൻ്റെ സ്വന്തം മണ്ഡലമായ റായ്ബറേലിയിൽ പരാജയപ്പെട്ടു. ഒരു സിറ്റിംഗ് പ്രധാനമന്ത്രി ഇന്ത്യയിൽ പരാജയപ്പെടുന്നത് ചരിത്രത്തിൽ ആദ്യമായിരുന്നു. അധികാരത്തിൻ്റെ കസേര നഷ്ടപ്പെട്ടപ്പോഴും അവർ തളർന്നില്ല. പക്ഷേ വിധി അവർക്കായി കാത്തുവെച്ചത് അതിലും വലിയൊരു ചതിയായിരുന്നു. വരും വർഷങ്ങളിൽ അവർ വീണ്ടും അധികാരത്തിൽ തിരിച്ചെത്തിയെങ്കിലും 1984 ഒക്ടോബറിൽ സ്വന്തം സുരക്ഷയ്ക്കായി നിയോഗിക്കപ്പെട്ടവർ തന്നെ അവർക്ക് നേരെ തോക്കുയർത്തി. തൻ്റെ മക്കളെപ്പോലെ സ്നേഹിച്ചവർ, തൻ്റെ നിഴലായി കൂടെ നിന്നവർ, അവർ തന്നെ ആ ചതിയുടെ വെടിയുണ്ടകൾ ഉതിർത്തു. മരിക്കുന്നതിന് തലേ ദിവസം ഒഡീഷയിൽ അവർ പറഞ്ഞ വാക്കുകൾ ഇന്ന് ഒരു തേങ്ങലായി അവശേഷിക്കുന്നു. എൻ്റെ അവസാന തുള്ളി രക്തവും ഈ രാജ്യത്തിന് വേണ്ടിയുള്ളതായിരിക്കും. ആ ധീരതയ്ക്ക് മുന്നിൽ ഇന്നും ലോകം ശിരസ് നമിക്കുന്നു. 2003 മാർച്ച് 20 ലോകത്തെ പിടിച്ചുലച്ച ഇറാഖ് യുദ്ധത്തിന് തുടക്കം. സദാം ഹുസൈൻ്റെ ഭരണത്തിന് അന്ത്യം കുറിക്കാൻ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സഖ്യസേന ഇറാഖിനെ ആക്രമിച്ചു. ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം എന്ന പോരാട്ടം ഈ അധിനിവേശം മിഡിൽ ഈസ്റ്റിൽ രാഷ്ട്രീയ ഭൂപടം തന്നെ എന്നേക്കുമായി മാറ്റിമറിച്ചു. ഇന്നും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ആധുനിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന സർ ഐസക് ന്യൂട്ടൻ്റെ ഓർമ്മദിനം 1727 മാർച്ച് 20 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഗുരുത്വാകർഷണ നിയമങ്ങളും ചലന നിയമങ്ങളും കണ്ടെത്തി പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ മനുഷ്യന് ലളിതമാക്കി നൽകിയ ആ മഹാപ്രതിഭയുടെ വേർപാട് ശാസ്ത്രലോകത്തിനും നികത്താനാവാത്ത നഷ്ടമായിരുന്നു. ഈ ഇന്ത്യൻ സാമൂഹിക ചരിത്രത്തിലെ വിപ്ലവമാണ് 1927 മാർച്ച് 20 ഡോക്ടർ B.R. അംബേദ്കറുടെ നേതൃത്വത്തിൽ മഹത് സത്യാഗ്രഹം നടന്നു. പൊതുജല സ്രോതസ്സുകളിൽ നിന്ന് ദളിതർക്ക് വെള്ളം കുടിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള വലിയൊരു പോരാട്ടമായിരുന്നു അത്. അയിത്തത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഏറ്റവും വലിയ ചുവടുവെപ്പായി ഈ ദിവസം ഇന്നും അറിയപ്പെടുന്നു. 1995 ജപ്പാനെ നടുക്കിയ ടോക്കിയോ സബ്വേ ആക്രമണം. ഇതേ ദിവസം ട്രെയിനുകൾക്കുള്ളിൽ മാരകമായ സരിൻ ഗ്യാസ് തുറന്നുവിട്ട് ഒരു ഭീകര സംഘടന ആക്രമണം നടത്തി. സാധാരണക്കാരായ യാത്രക്കാർ ശ്വാസം കിട്ടാതെ പിടഞ്ഞ ആ ദൃശ്യങ്ങൾ ഇന്നും ജപ്പാൻ്റെ നടുക്കുന്ന ഓർമ്മയാണ്. ചരിത്രം നമുക്ക് നൽകുന്ന പാഠങ്ങൾ ചെറുതല്ല. അധികാരവും ചതിയും പോരാട്ടങ്ങളും നിറഞ്ഞ ഈ ദിനം നിങ്ങൾ എന്ത് ചിന്തയാണ് ഉണ്ടാക്കുന്നത്? താഴെ കമൻറ്റ് ചെയ്യൂ. ഇതുപോലുള്ള ചരിത്രപരമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നാളെ മറ്റൊരു ചരിത്രവുമായി വീണ്ടും കാണാം.